എന്തു പടിയത്? അലക്കായി. ആർക്കലക്കാൻ? നിങ്ങൾക്ക് അലക്കായി. എനിക്കോ? ഓ, നിന്റെ കെട്ടിന്റെ ഞാനാണോ അലക്കുന്നത്? എനിക്ക് കല്ലിൽ അലക്കാൻ അറിഞ്ഞൂടാ, വാഷിംഗ് മെഷീനിൽ അലക്കാൻ അറിയാവൂ. നിന്നെ ഞാൻ പഠിപ്പിക്കാം. അതിന് ഈ വീട്ടിലെ ജോലിയൊക്കെ നിങ്ങളല്ലേ ചെയ്യണം, പിന്നെ ഞാൻ തിരി ചെയ്യണം. എന്റെ ഭർത്താവിന്റെ മക്കളുടെ അലക്കി തന്നെ ഞാനൊരു പരുവായിരിക്കുക. കല്യാണത്തിന് മുന്നേ നിന്റെ കെട്ടിയവന്റെയും കൂടെ വീട്ടിലെ ജോലിയൊക്കെ നിങ്ങളല്ലേ ചെയ്യണം, പിന്നെ ഇതും കൂടെ നിങ്ങൾക്ക് ചെയ്താൽ എന്ത് കുഴപ്പം? എടുത്തോണ്ട് പോടിയത്, കൊണ്ടുപോടിയത്. എന്താ എടുക്കാൻ വയ്യ എന്റെ ഒരു തുണി കൊണ്ടുപോടി. എന്നാ പിന്നെ നിങ്ങൾ എന്റെ പൈസക്കുള്ള ഇത് മറ്റേ അലക്കയും വേണ്ട. വെക്കടി ഇവിടെ. ചേട്ടാ ചേട്ടാ എഴുന്നേക്ക്. എനിക്ക് സോപ്പ് പൊടി വേണം. എനിക്ക് സോപ്പ് പൊടി വേണമെന്ന്. സോപ്പും പൊടി അങ്ങ് കൊച്ചിയിൽ നീ സോപ്പും പൊടി അല്ല, സോപ്പ് പൊടി എനിക്ക് അലക്കണം. ഞാൻ തുണി അലക്കൊണ്ടിരുന്നു. സോപ്പ് പൊടിയല്ലേ അവിടെ ഇരിക്കണം, നീ പോയി എഴുന്നേക്കാന്. ഞാൻ തുണി അലക്കിക്കൊണ്ടിരുന്നപ്പോ അവള് സോപ്പ് പൊടി എടുത്തോണ്ട് പോയി. ആരെടുത്തോണ്ട് പോയത്? നിങ്ങളുടെ അനിയത്തി. അവിടെ ഭർത്താവ് വാങ്ങിച്ചു വെച്ചേക്കുന്നയാന്ന്. എഴുന്നേക്ക്, എനിക്ക് എഴുന്നേക്കാന്. എനിക്ക് പോയിട്ട് ഞാൻ ഇപ്പൊ പോയിട്ട് എടുത്തോണ്ട് വരാം. എഴുന്നേക്കാൻ എനിക്ക് വേറെ പണിയുണ്ട്. അലക്കിയിട്ട് വേണം. എഴുന്നേക്ക് എഴുന്നേക്ക്. എനിക്ക് സോപ്പും പൊടി ഇപ്പം കിട്ടിയേ പറ്റുള്ളൂ. എളുപ്പം പോയി വാങ്ങിച്ചോണ്ട് വാ. എന്റെ മൂട് പോവും. എളുപ്പമാവട്ടെ. അലക്കണം. എനിക്ക് അവളെ എനിക്ക് അലക്കി കാണിച്ചു കൊടുക്കണം. എഴുന്നേക്ക്. ഷർട്ട് എടുത്തരാ. പറയണം, നിനക്ക് ആലോചിച്ച ചക്കര നാളെ നീ എന്റെ നേരെ കഴിച്ചുകൊണ്ടിരുന്നല്ലോ. പേടിയാണ് എല്ലാരും പേടിയാ. ഈ പുള്ളിക്ക് തീട്ടാത്ത ആത്മാവ് പോലെ ആരാണത് എനിക്ക് കാണാൻ വയ്യ. വിചാരിക്കരുത്, എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ചേട്ടാ ആ ഏട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടി സഹിക്കാൻ പറ്റില്ല. ഓ, സിനിമ കണ്ടോണ്ടിരിക്കുകയാണോ? ഇപ്പൊ നിങ്ങൾ എപ്പോഴാണ് പുറത്താവണെന്ന് നോക്കിയോ? ആ തമ്പുരാട്ടി ഉണ്ടല്ലേ, നിങ്ങളെ തുണി കൊണ്ട് ചലക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവര് അലക്കാൻ മറ്റുള്ള എടുത്ത് വെളിയിറങ്ങി. ഞാൻ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ ഇത് കൊടുത്തു. ചേട്ടാ പിന്നെ എനിക്ക് വാഷിംഗ് മെഷീൻ അലക്കാൻ അറിയാവോ? അല്ല, എനിക്ക് തുണി കല്ലിൽ അലക്കാൻ അറിഞ്ഞൂടാ. ചേട്ടൻ ചേട്ടൻ്റെ തുണി അലക്കോ? തുണി അലക്കാൻ ഇടി വല്ല് കഴിച്ചാൽ തന്നെ കൈ കഴുകാൻ പോലും മടിക്കണവനാണ് ഞാനാണ് തുണി അലക്കാൻ പോണത്. ചക്കര ചേട്ടനല്ലേ അലക്കി താഴെ എനിക്ക് അറിയാത്തുണ്ടല്ലേ. നീ പറഞ്ഞ ഞാൻ എന്ത് ഞാൻ ചെയ്യാം, നീ സമാനപ്പെടുക. വാ നോക്കാം, ധൈര്യം വാടി. ഒരു കൈ നമുക്ക് നോക്കാം, അലക്കാൻ പറ്റുമോ നോക്കട്ടെ. വാ. നിങ്ങളെ പെണ്ണുമ്പിള്ളേ എന്റെ ഭാര്യയോട് എന്ത് ചെയ്തെന്ന് നിങ്ങൾ അറിഞ്ഞാ? വല്ലതും അറിഞ്ഞാ? 2 തുണി എടുത്തോണ്ട് അലക്കാൻ കൊടുത്തപ്പോ അവിടെ തൂരെടുന്നീന അവര്. ഒരു കാലത്ത് നിന്റെ ഷട്ടി മുഴുവൻ അലക്കി തന്നതല്ലേ അവള്. ഇനിയിപ്പം നിന്റെ ഭാര്യയുടെ കൂടെ അലക്കണോ അവള്? വാഷിംഗ് മെഷീൻ അലക്കിയ ശീലമുള്ളൂ, അവള് കല്ലിൽ അലക്കിയിട്ടില്ല. വാഷിംഗ് മെഷീനാ? ഇനി കറണ്ട് ഇല്ലാത്ത വീട്ടിൽ എവിടെ വാഷിംഗ് മെഷീൻ അലക്കിയേ? നിങ്ങൾ എന്നെ വേണമെങ്കിൽ എന്തുവേണം പറഞ്ഞാ, പക്ഷെ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അവളെ കുറിച്ച് മറ്റേ ഒരുമാതിരി ഡയലോഗ് ഒന്നും അടിക്കല്ലേ, എനിക്കത് ഇഷ്ടപ്പെടില്ല. മര്യാദയ്ക്കൂടെ TV കണ്ട് കിടന്നവനല്ലേ ഞാൻ. നിങ്ങൾ മറ്റേ നിങ്ങളെ കൂട്ടുകാർ ഒരു ഉടായ്പുണ്ടല്ലോ രവീന്ദ്രൻ, അയാൾ കൂടെ അല്ലേ എനിക്ക് കേട്ടി തന്നത്. ഇപ്പൊ എന്ത് പറ്റി? പിന്നെ എന്റെ പേരിൽ കയറാണതിന് വന്ന് നീ എന്നെ വിരൽ ചോട്ടി സംസാരിക്കാറായോ? നീ ഞാനും ഒരു കുടുംബം നോക്കണം തന്നെ, ഞാനും വാഷ് ചെയ്യാൻ വേണ്ടി പോവാ തന്നെ. അങ്ങോട്ട് മാറിക്ക് ചെന്ന് അലക്ക് അലക്ക്. മാലതേ ഇരിക്ക്. എന്നാ നിന്റെ സോപ്പും പൊടി. നീ ഇതില്ലാഞ്ഞിട്ട് നീ ഉണ്ടാക്കണ്ട. എന്നിട്ട് മാലതേ പുതിയ വിശേഷങ്ങൾ. ചേട്ടാ, പുതിയ വിശേഷങ്ങൾ ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. ഞാന് ചേട്ടനെ ഒരു സഹോദരനെ പോലാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ നടന്ന കാര്യങ്ങൾ കേൾക്കണം. ഞാൻ ഈ വീടിനെ ഒരു സ്വർഗതുല്യമായ ഒരു വീടായിട്ട് കൊണ്ടുപോയി. വഴക്കോ ഒന്നുമില്ലാതെ മനസ്സമാധാനം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. അത് കുറഞ്ഞു വന്നു. ഇന്ന് രാവിലെ ഞാൻ തുണി അലക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് കൊച്ചുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ഉണ്ട്. കൊണ്ടുവന്ന് അലക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ട്
നമ്മുടെ പുതുപ്പെണ്ണുണ്ടല്ലോ കല, അവള് ഒരു തുണിയായിട്ട് വരുന്നു. അവള് കൊണ്ടുവന്നിട്ട് എന്നോട് പറയുക തുണി അലക്കണമെന്ന്. അവക്ക് വാഷിംഗ് മെഷീനകത്ത് അലക്കി അവക്ക് ശീലമുള്ളെന്ന്. അവക്കേ കയ്യില് കല്ലേ വെച്ച് അലക്കാൻ വയ്യാന്ന്. അവസാനം അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവളെ അവിടെ ഇരുന്ന സോപ്പ് പൊടി അവളെ എടുത്ത് അവള് പറയുക, ഇതേ എന്റെ ചേട്ടൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അത് അവൾ എടുത്തുകൊണ്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്കേ. ഓ പിന്നെ എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഒരു വാക്കനുസരിച്ചില്ല. ഒന്ന് വെളിയിലോട്ട് പോയി നോക്കിയേ. എന്റെ പട്ടി അനുസരിക്കും. ഇല്ലേ ഒരു സംഭവം കാണാം. ഇത്രയും നാളായിട്ട് ചേട്ടൻ ഇവിടെ വന്നിട്ട് ഇതുപോലൊരു സംഭവം കണ്ടിട്ടുണ്ടോ? അവൻ പുളിയലക്കോ? ആര്? സുരേഷ്? ആ കേസല്ലേ ഇത്? ചേട്ടാ അങ്ങനെ അടിക്കല്ലേ ചേട്ടാ, അങ്ങനെ അടിച്ചാ കീറി പോവും. അവൻ തുണി അലക്കുന്നു. ഒന്ന് പോയി നോക്കാൻ. അവന്റെ ഷഡ്ഡി വരെ ഇന്നലെ വരെ ഞാൻ അലക്കി കൊടുത്തത്. അപ്പൊ അവൻ അലക്കുന്നു. ഒരു പെണ്ണ് കയറി വന്നതിന്റെ ഒരു എന്താ. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചേട്ടാ എവിടെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഇവളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഇവളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ വല്ലതും ഉണ്ടോ? ചേട്ടൻ എന്തോ ആലോചിക്കുന്നേ? വാഷിംഗ് മെഷീൻ ഒരെണ്ണം അവിടെ ഉണ്ട്, പക്ഷെ ഇച്ചിരി പഴയതന്നെ ഉള്ളു. എടാ രവീന്ദ്ര, ആദ്യത്തെ ഒന്ന് തലേന്ന് പോയെന്ന് കരുതി രക്ഷപ്പെട്ടിരുന്ന എന്നെ ഓസിന് ചാപ്പാട് വെച്ച് ടി വി കണ്ടത് എന്നെ നിർബന്ധിച്ച് കെട്ടിച്ചിട്ട്. രവീന്ദ്ര, നിന്നെ ഞാൻ കൈ കിട്ടിയ ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ? ഞാൻ എവിടുന്ന് കിട്ടി ചേട്ടാ ഈ സാധനത്തെ? മലരി, നിങ്ങൾ രണ്ടുപേരും കൂടെ കാണുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ചങ്കിലാണ് കൊള്ളുന്നത്. കാരണം എന്താണെന്നറിയാല്ല, ഞാനല്ലേ ഇത് നടത്തി തന്നത്. ചേട്ടാ മനഃപൂർവ്വം അല്ല, വിഷമം കൊണ്ടാ ഞാൻ പറയുന്നത്. അങ്ങനെ പറ്റിപ്പോയി. നമ്മുടെ കുടുംബത്തിൽ നേരത്തെ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോ താങ്ങാൻ പറ്റുന്നില്ല. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനി മൂന്നാമതൊരു പെണ്ണിനെ കൂടി നോക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ആർക്ക്? സുരേഷിനോ ചേട്ടനോ? സുരേഷിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അവൻ കെട്ടാനോ? ഇനി അതെന്തുമായിരിക്കും? ഓ സോറി, എന്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കി. ആ എന്തേലും ആവട്ടെ ചേട്ടാ, വിധിച്ചതെല്ലാം നടക്കുള്ളൂ. എന്തായാലും അനുഭവിക്കാം. ചക്ക വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ മാങ്ങ വാങ്ങിച്ചോണ്ട് വരുന്ന ആൾക്കാരാ. ഞാൻ എനിക്ക് അങ്ങോട്ട് ചെല്ലട്ടെ, കുറച്ച് തുണി അലക്കാൻ. ഞാനും ഇറങ്ങണം. ശരി.